കുറച്ച് ദിവസം മുമ്പ് ഒരു ഫംഗ്ഷന് വെച്ചിട്ട് മലയാളത്തിലെ ഒരു പ്രമുഖ സംവിധായകൻ പറഞ്ഞു, അറിവില്ലായ്മയിൽ നിന്നാണ് എൻ്റെ ആദ്യ സിനിമ സംഭവിച്ചതെന്ന്. അപ്പോൾ ആ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു മാറ്റം കൊണ്ടുവന്ന സിനിമകളിൽ ഒന്നാണ്. അപ്പോൾ ആ ഒരു സിനിമയെ കുറിച്ചും ആ ഒരു സംവിധായകൻ ആ ഒരു സിനിമയിൽ എത്തിയതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രഞ്ജിത് ശങ്കർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ പേര് പാസഞ്ചർ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നത് വരെ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. അതായത് അദ്ദേഹം അങ്ങനെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ അസോസിയേറ്റ് ഡയറക്ടറായിട്ടോ ഒന്നും സിനിമയിൽ അത്ര പരിചിതമായിട്ടുള്ള ഒരാളൊന്നുമല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത് ഒരു ഫംഗ്ഷന് വെച്ചിട്ട് ഒരു കുറച്ച് റൈറ്റേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഒരു ഇതിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഒരു സിനിമ സംഭവിച്ചതിനെ കുറിച്ച്, പാസഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അന്നൊക്കെ മീഡിയാസിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നതാണ്. കാരണം പാസഞ്ചർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സ്ക്രിപ്റ്റായിട്ട് അദ്ദേഹം ആദ്യമായിട്ട് എത്തുന്നത് മമ്മൂക്കയുടെ അടുത്താണ്. അപ്പോൾ അന്ന് ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ട്, പളുങ്ക് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ട് 2006 ആ ഒരു പളുങ്ക് സിനിമ ലൊക്കേഷനിലാണ് കഥ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അദ്ദേഹം നമുക്കറിയാം ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. അദ്ദേഹം 1-2 സിനിമകൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് പൂർണ്ണമായിട്ടും സിനിമയിലേക്ക് എത്തിയത്. അപ്പോൾ അദ്ദേഹം മമ്മൂക്കയുടെ അടുത്ത് കഥ പറയാൻ പോകുന്നു. നമുക്ക് കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചു. ഇത് ആര് ഡയറക്റ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഇത് ചെയ്യാൻ ഒരാൾക്ക് പറ്റുള്ളൂ, അത് ഞാൻ തന്നെയാണ് എന്ന് അദ്ദേഹത്തെ അത്ര ഒരു കോൺഫിഡൻസോടുകൂടി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ വേറെ എവിടെ വായിച്ചിട്ടുണ്ട്, അദ്ദേഹം വേറെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പലവരുടെ അടുത്തൊക്കെ ട്രൈ ചെയ്തിട്ട് പലർക്കും അതങ്ങോട്ട് വർക്ക്. നമുക്കറിയാം പാസഞ്ചർ എന്ന സിനിമ അതുവരെ അത്തരത്തിലൊരു സിനിമ മലയാള സിനിമയിൽ സംഭവിച്ചിട്ടില്ല. അതൊരു മാറ്റം തന്നെയായിരുന്നു. അന്ന് 2009 ആ സിനിമ റിലീസായത്. അപ്പോൾ അദ്ദേഹം എത്രയോ വർഷം അതിൻ്റെ പുറകെ തന്നെ സഞ്ചരിക്കുകയായിരുന്നു ഈ ഒരു സ്ക്രിപ്റ്റൊക്കെ ആയിട്ട്. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ഡയറക്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് മമ്മൂക്ക അപ്പം തന്നെ ആൻഡോ ജോസഫും വേറെ 1-2 പേരെയൊക്കെ വിളിച്ചിട്ട്, ഇദ്ദേഹത്തിന് സിനിമയിൽ അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. അതിന് മുമ്പ് അദ്ദേഹം സീരിയൽസിനൊക്കെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ബിഗ് ബി എന്ന് പറഞ്ഞൊരു സിനിമയും അതുപോലെ തന്നെ അറബിക്കഥ, ഈ ഒരു 2 സിനിമയിൽ കുറച്ച് ദിവസം അദ്ദേഹം കണ്ടുപഠിക്കാനായിട്ട്, അതൊരു ഒഫീഷ്യലി ഒരു അസിസ്റ്റൻ്റ് ആയിട്ടൊന്നുമല്ല, പക്ഷേ കണ്ടുപഠിക്കാൻ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ കുറച്ച് കാലം അവിടെ നിന്നിട്ടുണ്ട്. എനിക്കൊണ്ട് അറബിക്കഥ നാട്ടിൽ ഷൂട്ട് ചെയ്യുന്നൊരു സമയത്ത് നമുക്കറിയാം, ആ സിനിമ തുടക്കവും അവസാനത്തെ കുറച്ച് പോസ്റ്റ് മാത്രമേ നാട്ടിലുള്ളൂ, ബാക്കിയൊക്കെ ദുബായിലാണ്. അപ്പോൾ നാട്ടിൽ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാൽ ജോസിൻ്റെ കൂടെയും ബിഗ് ബിയിൽ അമൽ നീരദിൻ്റെ കൂടെയൊക്കെ രഞ്ജിത് ശങ്കർ നിന്ന് ഒന്ന് സംവിധാനം എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയും കണ്ട് വെച്ചിട്ടുണ്ട്. അത് കണ്ടാണ് ആ ഒരു സിനിമയിലേക്ക് ശരിക്കും കിടക്കുന്നത്. പക്ഷേ അപ്പോഴും നമുക്കറിയാം മമ്മൂക്ക അല്ല ആ റോള് ചെയ്തത്. അത് രഞ്ജിത് ശങ്കർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മമ്മൂക്ക ആ സമയത്ത് അണ്ണൻ തമ്പി, മായാവിയൊക്കെ പോലത്തെ ഭയങ്കര ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മസാല സിനിമകളൊക്കെ ഹിറ്റായി നിൽക്കുന്നുണ്ട്. പാസഞ്ചറിലെ ഒരു ക്യാരക്ടർ ശരിക്കും വളരെ ഒരു പാവം ക്യാരക്ടറാണ്, അങ്ങനെ ഭയങ്കര ഹീറോയിസ് ഉള്ള ക്യാരക്ടറൊന്നുമല്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാവാം എന്തായാലും മമ്മൂക്ക നിന്ന് മാറിയ ശേഷമാണ് ശ്രീനിവാസൻ വരുന്നത്. പിന്നെ പൃഥ്വിരാജായിരുന്നു അതിൽ മറ്റേ ക്യാരക്ടർ. അപ്പോൾ പൃഥ്വിരാജ് മാറിയിട്ടാണ് പിന്നീട് ദിലീപ് വരുന്നത്. അപ്പോൾ ആദ്യം ഉദ്ദേശിച്ചിരുന്ന സ്റ്റാർ കാസ്റ്റ് എനിക്ക് തോന്നുന്നു മമ്മൂക്കയും പൃഥ്വിരാജും ആയിരുന്നു. പിന്നെ അത് മാറി ശ്രീനിവാസൻ, പൃഥ്വിരാജ്, അതും മാറിയിട്ടാണ് ശ്രീനിവാസൻ ഈ പറയുന്ന ദിലീപ് എത്തിയത്. അപ്പോൾ പിന്നെ ആ ഒരു സിനിമ വളരെ പെട്ടെന്ന് ഓണായി, പ്രൊഡ്യൂസർ വന്നു, എല്ലാ കാര്യങ്ങളൊക്കെ ഓണായി. ശരിക്കും ആ സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഭയങ്കര ഒരു പ്രതീക്ഷയിലല്ല. കാരണം ദിലീപ് പോലും ആ ഒരു കാലഘട്ടത്തിൽ ദിലീപിൻ്റെ സിനിമകളൊക്കെ ഒന്ന് പരാജയപ്പെട്ടത്. എനിക്കൊണ്ട് വിനോദയാത്ര 2007 റിലീസായ ശേഷം ദിലീപിൻ്റെ സിനിമകൾ ശരിക്ക് കുറച്ച് സിനിമകൾ പരാജയമാണ്. അങ്ങനെ ഭയങ്കര ഒരു വിജയം. ഇടയ്ക്ക് ഒരു ക്രേസി ഗോപാലൻ വിജയിച്ചത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു പാപ്പിയപ്പച്ച വരെ ദിലീപിൻ്റെ സിനിമകളൊന്നും അങ്ങനെ വിജയിച്ചിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പാസഞ്ചർ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നതും ദിലീപിൻ്റെ ഒരു വിജയം കിട്ടുന്നതും. കാരണം ദിലീപിൻ്റെ അതുവരെയുള്ള ഒരു ടൈപ്പ് ഓഫ് സിനിമയും കൂടിയല്ല അത് വേറൊരു ജോണറിലുള്ള വേറൊരു ടൈപ്പ് ഓഫ് എന്താ പറയുക, കുറച്ചൊരു ത്രില്ലിംഗ് ഒക്കെ വരുന്ന ടൈപ്പ് ഓഫ് സിനിമയാണ്. അപ്പോൾ ദിലീപിനെ കുറിച്ചും രഞ്ജിത് ശങ്കർ പറഞ്ഞിട്ടുണ്ട്, ദിലീപ് നല്ലൊരു സംവിധായകൻ, ഭയങ്കര സെൻസുള്ള ഒരു ഫിലിം മേക്കറാണ്. ശരിക്കൊരു സംവിധായകനാവാൻ കെൽപ്പുള്ള ഒരു നടൻ തന്നെയാണ്. കാരണം ഈ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഒരു 5-6 സജഷൻസ് ദിലീപ് ഒറ്റയടിക്ക് പറയാണ്. അതിൽ മെയിൻ ഒരു സജഷൻ എന്ന് പറയുന്നത് ദിലീപിൻ്റെ ഇതിൽ ആ ഡ്രൈവറുടെ ക്യാരക്ടർ സുരാജ് വെഞ്ഞാരമൂടിനെയാണ് രഞ്ജിത് ശങ്കർ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. കാരണം ആ ഒരു സിനിമ ഭയങ്കരമായിട്ടൊരു സീരിയസ് മൂഡിലാകുമ്പോൾ സുരാജിൻ്റെ ഒരു ക്യാരക്ടർ വന്നാൽ കുറച്ചൊരു കോമഡിയൊക്കെ ആവും എന്ന് പറഞ്ഞ് സുരാജ് മതി എന്ന് നോക്കുമ്പോൾ ദിലീപ് പറഞ്ഞു വേണ്ട, ഇതിൽ അങ്ങനത്തെ സാധനങ്ങൾ വേണം, നമുക്ക് ഒരു ചൊറിയനായ ഒരു പ്രായം ചെന്ന ഒരു ഡ്രൈവർ മതി എന്ന് പറഞ്ഞാണ് നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടർ കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ വേറൊരു മൂഡായി. ഇതുപോലെ ഓരോ കാര്യങ്ങൾ ദിലീപ് പറഞ്ഞു, സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഷൂട്ട് ചെയ്യാം, അങ്ങനെ കുറേ സജഷൻസ് ദിലീപ് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആ സിനിമയ്ക്ക് ഗുണമായി കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് രഞ്ജിത് ശങ്കർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സിനിമ എന്തായാലും 2009 മെയ്യിലാണ് റിലീസായത്. അത് വലിയൊരു മാറ്റം. രഞ്ജിത് ശങ്കർ എന്ന് പറയുന്ന ഒരു സംവിധായകന് വലിയ ഗുണം ചെയ്തു. അദ്ദേഹം പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സിനിമ ഒരൊറ്റ സിനിമ ചെയ്യാൻ ആഗ്രഹം തീർക്കുക, എന്നിട്ട് വിദേശത്തെവിടെയെങ്കിലും പോകാമെന്നായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ നമുക്കറിയാം അദ്ദേഹം എത്രയോ സിനിമകൾ ചെയ്തു. അത്യാവശ്യം
ഒരു എന്താ പറയുക എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയായി. കുറേ സിനിമ നമുക്ക് പ്രേതം, പുണ്യാളൻ അഗർബദീസ് അങ്ങനെ ഒരുപാട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പാസഞ്ചർ സിനിമയൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 16 വർഷമായി. ഇപ്പോഴും പക്ഷെ നമുക്കറിയാം ആ ഒരു സിനിമ കൊണ്ടുവന്ന ഒരു മാറ്റം. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ സംഭവിക്കുന്നു. അങ്ങനെയാണ് പിന്നെ കുറേ മാറ്റങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തുടക്കം കുറിച്ചൊരു സിനിമ ശരിക്ക് പാസഞ്ചർ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ അന്ന് മമ്മൂക്ക റിജക്റ്റ് ചെയ്തെങ്കിലും മമ്മൂക്ക കാരണമാണ് ഈ ഒരു സംവിധായകൻ ശരിക്കും വന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് അറിവില്ലായ്മ നിന്നാണ് എൻ്റെ ആദ്യത്തെ സിനിമ സംഭവിച്ചതെന്ന്. എന്തായാലും പാസഞ്ചർ എന്ന് പറയുന്ന സിനിമ നിങ്ങളൊന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു സിനിമയൊക്കെയായിരുന്നു ഒന്ന് തിയേറ്ററിൽ ആദ്യത്തെ ഷോ ഒക്കെ കാണുമ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ അന്ന് ആ സിനിമ കണ്ട ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാം.